ഈ ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയുടെയും നടുവിൽ എന്താണ് നാം പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നതെന്നുള്ള ആ ദൈവിക വിടുതലിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു മെസ്സേജ് സംസാരിപ്പാനായിട്ട് ഇന്ന് പകലിൽ ഞാൻ ഇച്ഛിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെ സമയത്ത് വലിയ ദൈവ സാന്നിധ്യം കടന്നു വന്ന പ്രിയപ്പെട്ടവർക്ക് അനുഭവിപ്പാനായിട്ട് ഇട നൽകി. ആ സന്ദർഭത്തിൽ ആ വാക്യശകലങ്ങൾ ഉദ്ധരിക്കുവാനായിട്ടിടയായി. എന്നാൽ പിന്നത്തേതിൽ കർത്താവിൻ്റെ ആത്മാവ് മുന്നോട്ടുള്ള ദിനങ്ങളിൽ അതൊരു തീമായി അത് പ്രാർത്ഥനയ്ക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ, ഉപേക്ഷിക്കുമ്പോൾ ആ വാക്യശകലങ്ങൾ ഉരുവിട്ടുകൊണ്ട് ദൈവസഭയോടുള്ള ബന്ധത്തിൽ, വ്യക്തികളോടും കുടുംബങ്ങളോടും അടുത്ത തലമുറയോടുള്ള ബന്ധത്തിൽ ആ വാക്യങ്ങൾ, വാക്തത്വങ്ങൾ അവകാശമായി പൂർത്തീകരണമായി നടക്കുവാൻ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ഇന്ന് രാവിലെ നമുക്കായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ മെസ്സേജിൻ്റെ ഇന്ന് പകലിലെ ടൈറ്റിൽ ഈ ദിവസങ്ങൾ തീമായിട്ട് ആ വേദഭാഗമായിരിക്കും നാം ഉപയോഗിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, വിശ്വസിക്കുന്നത്. അത് മറ്റ് വാക്യമല്ല. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം, സ്തോത്രം, മാർക്ക് ചാപ്റ്റർ 7 വേഴ്സ് 34. എഫദ, പ്രൈസ് ഗാഡ്. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ട്, എഫദ, പ്രൈസ് ഗാഡ്. അതിന് 2 അർത്ഥങ്ങളുണ്ട് ഇംഗ്ലീഷിൽ, സ്തോത്രം. ഒന്ന് ബി ഓപ്പൺ, തുറന്നു വരിക. മറ്റൊരർത്ഥം ബി സെറ്റ് ഫ്രീ, വിമോചനം പ്രാപിക്കുക. ഒന്ന് അതിൽ നിന്നകത്ത് മിസ് ചെയ്യുകയാണ്. പ്രൈസ് ഗോഡ്. ടൈറ്റിലിൽ there should be 2, be open and be set free. ദൈവത്തിൻ്റെ മക്കൾ വളരെ ശ്രദ്ധിക്കുക. എഫദ, അതിൻ്റെ അർത്ഥം ബി ഓപ്പൺ അല്ലെങ്കിൽ ബി സെറ്റ് ഫ്രീ, തുറന്നു വരിക, അല്ലെങ്കിൽ വിമോചനം, അല്ലെങ്കിൽ വിടുതൽ പ്രാപിക്കുക. കർത്താവാകുന്ന യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ പരസ്യമായി താൻ ശുശ്രൂഷിക്കുമ്പോൾ താൻ ഉപയോഗിച്ച പ്രധാനപ്പെട്ട ഒരു ലാംഗ്വേജ് ആണ് അരാമിക് ലാംഗ്വേജ്, അല്ലെങ്കിൽ ഷിറിയക് അരാമിക് ലാംഗ്വേജ്. ശ്രദ്ധിക്കുക, അരാമി ഭാഷ കർത്താവ് ആവർത്തിച്ച് തൻ്റെ ശുശ്രൂഷകളിൽ പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനും കോൺവെർസേഷൻ ഉപയോഗിച്ചിരിക്കുന്ന കൂടുതൽ ഭാഷ, ഉപയോഗിക്കപ്പെട്ട ഭാഷ അരാമ്യ ഭാഷയാണ്. അരാമ്യ ഭാഷയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പുതിയ നിയമത്തിൽ അബ്ബ എന്നുള്ള പദം അത് അരാമ്യ ഭാഷയാണ്. എഫദ എന്നിപ്പോൾ നാം ഉച്ചരിച്ച പദം അതൊരു അരാമ്യ ഭാഷയാണ്. ഇനി അടുത്തൊരു അരാമ്യ ഭാഷയാണ് തലീദാക്കുമി എന്ന് പറഞ്ഞുകൊണ്ട് യായിറോസിന്റെ മകളെ ബാലെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് ഉപയോഗിച്ച പദം അത് ഒരു അരാമിക് ഭാഷയാണ്. അടുത്തത് പ്രധാനപ്പെട്ട ഒരു അരാമിക് ഭാഷ നമുക്കറിയാം. ക്രൂശീകരണ സമയത്ത് കർത്താവാകുന്ന യേശു ക്രിസ്തു പ്രകാരം പറയുവാനായിട്ട് ഇടയായിത്തീരുന്നു, ഈലായി ഈലായി ലമാ ശബക്തനായി. അതൊരു അരാമ്യ ഭാഷയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിൽ കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന അരാമ്യ ഭാഷകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൽ ഉപയോഗിച്ചൊരു അരാമ്യ ഭാഷയാണ്, ഒരു വാക്കാണ് എഫദ, തുറന്നു വരിക എന്നർത്ഥമുള്ള എഫദ. സ്തോത്രം. ശ്രദ്ധിക്കുക, ഈ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു പശ്ചാത്തലമാണ്. കർത്താവാകുന്ന യേശു ക്രിസ്തു ഡെക്കപ്പലി നാട്ടിൽ കൂടെ കടന്നുപോയ സമയത്ത് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെകിടനായ ഒരു വിക്കനെ കൊണ്ടുവന്ന ഒരു സന്ദർഭം. ദൈവത്തിൻ്റെ മക്കൾ ശ്രദ്ധിക്കുക, ചെകിടൻ അവിടെ കൊണ്ട് മാത്രം തൻ്റെ ഡെഫിഷ്യൻസി തീരുന്നില്ല, തൻ്റെ പ്രയാസം തീരുന്നില്ല, താൻ വിക്കനും കൂടെയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഗദരദേശത്തേക്ക് കർത്താവ് സന്ധ്യ കഴിഞ്ഞ സമയത്ത് കടന്നു വരുവാനായിട്ടിടയായി. വലിയൊരു അത്ഭുത പ്രവൃത്തി ആത്മാവിൽ കണ്ടുകൊണ്ട് ഗദരദേശത്ത് ഒരു ഭൂതഗ്രസ്തനെ കർത്താവ് വിടുവിക്കുന്നതായിട്ട് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ നമുക്ക് കാണുവാൻ എടുക്കേണ്ട നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. കല്ലറകളിൽ പാർക്കുന്ന ഒരു വ്യക്തി, ചെങ്ങലകളാലും വിലങ്ങുകളാലും പലപ്പോഴും ബന്ധിച്ചിട്ടും ആ ബന്ധനങ്ങളെ തകർത്തു പോകുന്ന പൈശാചിക ശക്തി, കല്ലുകൾ എടുത്തുകൊണ്ട് തന്നെ ശരീരത്തെ മുറിവേൽപ്പിക്കുന്ന പൈശാചിക ശക്തി. ഭവനങ്ങളുള്ളവർക്ക് സ്വസ്ഥതയില്ല, താൻ ഭവനത്തിലല്ല പാർക്കുന്നത്, ഭീകരാന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കല്ലറകളിൽ പാർക്കുവാൻ ഇച്ഛിക്കുന്ന ഒരു വ്യക്തി. ആ ഒരു വ്യക്തിയെ തേടിക്കൊണ്ട് താൻ അനുഭവിച്ച അന്ധകാര ബന്ധനത്തെ തകർത്ത് ആ വ്യക്തിയെ വിടുവിക്കുവാൻ, in order to set that person free, ആ വ്യക്തി
വ്യക്തി അടയ്ക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ, തകർക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ കെട്ടുപണികളെ ചെയ്തുകൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ബന്ധനങ്ങൾ തന്നെ വിമോചിപ്പിക്കുവാനായിട്ട് സന്ധ്യ കഴിഞ്ഞ സമയത്ത് പടകിൽ കയറി ആ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, അസംഖ്യഭൂതം തന്റെ മേലുണ്ട്. ലെഗ്യോൻ കണക്കുകൾ പ്രകാരം ഏകദേശം 6000 ലെഗ്യോൻ എന്നുള്ളത് ഭൂതത്തിന്റെ പേരല്ല, നമ്പറാണ്. അത് റോമൻ ആർമിയിൽ ഉപയോഗിക്കുന്ന നമ്പറാണ് ലീജിയൻ. ഇറ്റ് മീൻസ് ഓൾമോസ്റ്റ് 6000, 6000 ഭൂതങ്ങൾ. ഈ ഭൂതഗ്രസ്തനെ സ്വർഗം എന്ത് ചെയ്തു? വിടിയിപ്പാനായിട്ടിടയായി. സെറ്റ് ഫ്രീ. അവിടെയും നടന്നത് തനിക്കൊരു വിമോചനം കർത്താവ് കൊടുത്തു. He made him set free from the bondage that he was in. താനായിരിക്കുന്ന ബന്ധനത്തെ സ്വർഗത്തിലെ അപ്പൻ വിമോചിപ്പിച്ച് തന്നെ വെളിയിൽ കൊണ്ടുവരുവാനായിട്ടിടയായി. ആ വിടുതൽ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ അവിടെയുള്ളവർ പറയുവാൻ ഇടയായിത്തീർന്നു, നീ ഞങ്ങളുടെ അതിരെന്ത് ചെയ്യണം? വിട്ടുപോകണം. ഇപ്പോൾ വായിക്കണ്ട, അതിനകത്ത് എഴുതിയിട്ടുണ്ട്, നീ ഞങ്ങളുടെ അതിര് വിട്ടുപോകണം. യേശുക്രിസ്തു അതിര് വിട്ടുപോകുവാനായിട്ട് താല്പര്യപ്പെട്ട് പടകിലേക്ക് കയറുന്നതിന് മുൻപ് ഈ വിടുതൽ പ്രാപിച്ച ഈ വ്യക്തി സുബോധമുള്ളവനായിട്ട് മാറി, വസ്ത്രം ധരിച്ചു. കർത്താവിനോട് കൂടി ഇരിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി. ഈ വ്യക്തി വന്ന് കർത്താവിനോട് ചോദിക്കുക, ഞാനും നിന്റെ കൂടെ പോരട്ടെ. നിങ്ങളൊന്ന് ചിന്തിച്ചേ. നമ്മളേതെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ പറയാം നമ്മളോട്, ഡാഡി ഞാനൊന്ന് വരട്ടെ, മമ്മി ഞാനൊന്ന് വരട്ടെ എന്ന് പറഞ്ഞതുപോലെ അല്പമിനിറ്റുകൾക്ക് മുമ്പ് ഭയാനകമാകുന്ന അന്തരീക്ഷം സൃഷ്ടിച്ചവൻ സുബോധം പ്രാപിച്ച് സെറ്റ് ഫ്രീ ആയി. അവനെ സ്വർഗം വിടുതൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുകയാണ്, ഗുരു ഞാനും നിന്റെ കൂടെ ഒന്ന് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാ സ്നേഹം പ്രദർശിപ്പിക്കാനായിട്ട് ഒക്കുന്നത്? ഇന്ന് രാവിലെ എങ്ങനെയൊക്കെ ദൈവസ്ഥനിൽ സ്നേഹം പ്രദർശിപ്പിക്കാൻ ഒക്കും പ്രിയപ്പെട്ടവരെ, ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയുമോ? In what all means that we are able to express our love towards the deliverance that we enjoyed in our life. ദൈവം തന്ന വിടുതൽ, ദൈവം തന്ന വിമോചനം, ദൈവം തന്ന സൗഖ്യം, ദൈവം തന്ന സമാധാനം, ദൈവം തന്ന ഉദ്ധാരണങ്ങൾ, ദൈവം തന്ന ഉയർപ്പിക്കുന്ന സാഹചര്യങ്ങൾ തകർന്നു പോയെന്ന് വിധി എഴുതിയ മണ്ഡലത്തിൽ തല ഉയർത്തി നിൽക്കത്തക്ക രീതിയിൽ സ്വർഗത്തിലെ പെണ്ണമ്മെ മാനിച്ചെങ്കിൽ ആത്മാവിൽ നിന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട, അന്യഭാഷകൾ ഇന്ന് രാവിലെ ദൈവത്തോട് സംസാരിച്ചാട്ട. Praise be to God. Praise be to God. കർത്താവ് പറഞ്ഞു, നീ എൻ്റെ കൂടെ വരണ്ട. നീ ഡെക്കപ്പൊലി നാട്ടിൽ നീ ഒരു സുവിശേഷകനായി, ഒരു മിഷണറിയായി എൻ്റെ വേല ചെയ്യാൻ. ദൈവമക്കൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ആരെങ്കിലും പറയുകയാണ്, പാസ്റ്ററെ 12 അപ്പോസ്തലന്മാരാണ് ആദ്യത്തെ മിഷണറിമാരിൽ ഒരാളെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. സഹോദരന്മാരുടെ ഇടയിൽ കർത്താവിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ പുരുഷന്മാരുടെ ഇടയിൽ ആദ്യത്തെ മിഷണറി ആരെന്ന് ചോദിച്ചാൽ ഈ വേദപുസ്തകത്തിൽ തെളിവ് വെച്ച് ഞാൻ പറയും, ഭൂതഗ്രസ്തൻ ദൈവികമാകുന്ന സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവൻ കർത്താവിന്റെ രാജ്യത്തിന് ഒരു മിഷണറിയായി ദക്കപ്പൊലി നാട്ടിലൊക്കെയും തന്റെ വിടുതൽ ഘോഷിപ്പാനായിട്ടിടയായി. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, പാസ്റ്റർ ഒരു സ്ത്രീ മിഷണറി ആരാന്ന് ചോദിച്ചാൽ യേശുവിൻ്റെ അമ്മയും മറ്റാരും ഒന്നും ഞാൻ പറയത്തില്ല. ഞാൻ പറയും, യോഹന്നാൻ 4 കാണുന്ന ശമരിയക്കാരി സ്ത്രീ തൻ്റെ ജീവിതാനുഭവം വാസ്തവമായി ദൈവത്തിൻ്റെ ആത്മാവിൽ കൂടെ കർത്താവ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ താൻ ആ പാത്രമൊക്കെ വെച്ച് വെള്ളമൊക്കെ കോരുന്ന കാര്യമൊക്കെ മറന്ന് തൻ്റെ പട്ടണത്തിലേക്ക് തിരികെ ചെന്ന് ഞാനൊരു പ്രവാചകനെ കണ്ടു, നിങ്ങളും വന്ന് കാണുമീനെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ യേശുവിനെ കുറിച്ച് അവിടെയൊക്കെയും ഘോഷിപ്പാനായിട്ടിടയായി. ശമരിയ പട്ടണത്തിൽ നിന്ന് വായിക്കുന്നു, അനേകർ യേശുവിനെ അറിയുവാൻ മുഖാന്തരമായത് ആ സ്ത്രീയാ, അമാന്യ സ്ത്രീയാ. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. കർത്താവിനോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കുന്നത് ചർച്ചിനകത്ത് വന്ന ആരാധന മാത്രമല്ല. കർത്താവിനുള്ള സ്നേഹം പ്രദർശിപ്പിക്കുന്നത് എൻ്റെ കർത്താവിനെ വിടുവിച്ച വിധങ്ങൾ മറ്റുള്ളവരോട് ഘോഷിക്കുമ്പോൾ, വ്യത്യസ്ത രീതികൾ എൻ്റെ കർത്താവ് ചെയ്ത വഴികൾ മറ്റുള്ളവരോട് ഘോഷിക്കുമ്പോൾ ഇന്ന് രാവിലെ സ്വർഗം പ്രസാദിക്കുന്ന ഒരു യാഗമാണ്. ഹല്ലേലൂയ.
നമ്മുടെ തെറ്റിദ്ധാരണകൾ ആലയത്തിനകത്ത് വന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്യുന്ന മാത്രം ആരാധന അല്ല. എന്റെ യേശുവിനെ കുറിച്ച് ആരോടെങ്കിലും ഒരു വ്യക്തിയോടൊന്ന് പറയുവാൻ ഇടയായി തീർന്നെങ്കിൽ ഇന്ന് രാവിലെ ദൈവവൈതലെ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യട്ടെ. That is a part of the worship that we do unto God. അങ്ങനെ തെക്കപ്പൊലി നാട്ടിലൊക്കെയും ഈ പ്രിയപ്പെട്ട സഹോദരൻ വചനമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ കവലകളിലൊക്കെ പറഞ്ഞു നടക്കുക. നമുക്കവിടെ വായിപ്പാനായിട്ട് കഴിയും. എനിക്കിന്ന് സമയം വളരെ കുറവാണ്. പെട്ടെന്ന് ഞാൻ സ്ക്യൂസ് ചെയ്തങ്ങ് പോവുകയാണ്. മറ്റൊരവസരത്തിൽ ഞാനത് സംസാരിച്ചോളാം. താൻ ഇങ്ങനെ പറഞ്ഞ് നമുക്കവിടെ കാണുവാൻ കഴിയും. തെക്കപ്പൊലി ദേശത്തൊക്കെയും താൻ യേശുവിനെ കുറിച്ച് എന്ത് ചെയ്തു പറഞ്ഞു. താൻ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു വിശ്വാസം ആൾക്കാർക്കുണ്ട്. കാരണം അല്പസമയം മുമ്പ് വരെ സുബോധമില്ലാത്തവനായി, വസ്ത്രമില്ലാത്തവനായി, ചെങ്ങലകൾ ബന്ധിക്കപ്പെട്ട് അല്ലെങ്കിൽ അതിനെ പൊട്ടിച്ച് തകർത്ത്, പ്രൈസ് ഗാഡ്, കല്ലുകൾ കൊണ്ട് തൻ്റെ ശരീരത്തെ മുറിവേൽപ്പിച്ചുകൊണ്ട് ഏറ്റവും വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു കിടന്ന ഈ പുരുഷൻ ഇപ്പോൾ വചനവുമായി കർത്താവിനെ കുറിച്ച് പറഞ്ഞു നടക്കുന്ന കാഴ്ച നിങ്ങളുടെ ആത്മകണ്ണിലൊന്ന് ചിന്തിച്ചേ. അങ്ങനെ പറഞ്ഞു നടന്നപ്പോൾ പലരും വിശ്വസിച്ചു, പലരും കേട്ടു. അങ്ങനെ കേട്ട ഒരാളാ ഈ പറഞ്ഞ വിഷയത്തിൽ ഈ വിക്കനാകുന്ന ചെകിടനെ വീണ്ടും കർത്താവാകുന്ന യേശുക്രിസ്തു 7-ാം അധ്യായത്തിൽ ദെക്കപ്പൊലി നാട്ടിൽ കൂടെ കടന്നു പോയപ്പോൾ, ദെക്കപ്പൊലി നാട്ടിൽ കൂടെ കടന്നു ഗലീലിലേക്ക് പോകുന്ന വേളയിൽ ദൈവമക്കൾ ശ്രദ്ധിക്കണം, വിക്കനായ ഒരു ചെകിടനെ, അല്ലെങ്കിൽ ചെകിടനായ, എങ്ങനെ മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്, വിക്കനായ ഒരു ചെകിടൻ. ശ്രദ്ധിക്കണം കേട്ടോ. ലിസൺ ടു മീ വെരി കെയർഫുള്ളി. ചെകിടൻ, വിക്കൻ. ഈ മെസ്സേജൊക്കെ മനസ്സിലാക്കാൻ നല്ലത് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് എന്നെയും നിങ്ങളെ ആ സ്ഥാനത്ത് നിങ്ങളങ്ങ് ചിന്തിക്കണം. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഈ ചില മെസ്സേജുകൾ മനസ്സിലാക്കാൻ നല്ലത് എന്താണെന്നറിയാമോ? ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഞാൻ ആ വ്യക്തിയാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. വല്ലതും മനസ്സിലായോ? പാസ്റ്റർ മനോജ് തോമസ് ആ വ്യക്തിയാണെന്ന് ഞാനിപ്പോൾ അങ്ങ് സങ്കല്പിക്കണം. ഒന്ന് ചെകിടൻ. He has ears but there's no hearing. ഇതല്ല ചെവി കേട്ടോ, ഇതിൻ്റെ കവറിങ്ങാ. ഇതിൻ്റെ അകത്തൊരു സാധനം ഇരിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇതാ ചെവിയെന്ന്. ഇറ്റ്സ് ആൻ ഔട്ടർ. ദിസ് പേഴ്സൺ ഹാസ് ഇയേഴ്സ്, ടിപ്പിക്കലി ഇങ്ങനെയുണ്ട്, ബട്ട് നോ ഹിയറിങ്. This person has mouth but stuttering or stammering. ചെവി 100% എന്താണ്? പ്രവർത്തനക്ഷമതയില്ല. ഇനി ആധരം അല്പമായിട്ട് പ്രവർത്തനക്ഷമതയുണ്ട്, പക്ഷേ ഈ ശബ്ദം കേൾക്കാനുമില്ല. ഈ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു അലോസരമാണ്. ലിസൺ ടു മീ. ഈ വ്യക്തി ഐസൊലേറ്റഡാ. മ്യൂസിക് എൻജോയ് ചെയ്യാനായിട്ട് ഒക്കത്തില്ല. എല്ലാവരും ഒക്കെ ഡാൻസ് ചെയ്ത് എൻജോയ് ചെയ്യുമ്പോൾ കേൾക്കാനായിട്ട് ഒക്കുന്നില്ല. പാർട്ടികളൊക്കെ നടത്തുമ്പോൾ അവിടെ നടക്കുന്ന ആഘോഷങ്ങൾ കേൾക്കാനായിട്ട് ഒക്കുന്നില്ല. ശ്രദ്ധിക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ അങ്ങനെയുള്ള പരിപാടികൾക്ക് പോകാതെ വീട്ടിൽ തന്നെ എന്തു ചെയ്യും? ഇരിക്കുവാണോ അല്ലയോ? നിങ്ങൾ നാച്ചുറലായിട്ടാണ് ഞാനീ പറയുന്നത് കേട്ടോ. നാച്ചുറലായിട്ട് മലയാളത്തിലാണ് പറഞ്ഞത്, എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ. ഹി ഈസ് റിജക്റ്റഡ്, ഹി ഈസ് ഐസൊലേറ്റഡ്, ഹി ഈസ് ബ്രോക്കൺ. വല്ലതും പറയണമെങ്കിൽ നിങ്ങൾക്കറിയാമോ ഈ പറച്ചിൽ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കേൾവിയായിട്ടാ. ഒരു കേൾവി ഇല്ലെങ്കിൽ പറച്ചിലിന് വല്ല കാര്യമുണ്ടോ? ഇല്ല. എല്ലാ തലങ്ങളിലും തകർക്കപ്പെട്ടവനായി, ഉപേക്ഷിക്കപ്പെട്ടവനായി, വേദനപ്പെട്ടവനായി, സമൂഹത്തിൽ നിന്ന് ശ്രദ്ധയില്ലാത്തവനായി, ഒരു കോണിൽ ഒതുങ്ങി 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 ജീവിതത്തിൽ എന്നും ചോദ്യമാ. എല്ലാവരും എൻ്റെ കൂട്ടുകാർ സന്തോഷിക്കുമ്പോൾ എനിക്ക് സന്തോഷിക്കാനായിട്ട് ഒക്കുന്നില്ലല്ലോ, ആനന്ദിക്കുമ്പോൾ ആനന്ദിക്കുവാൻ ഒക്കുന്നില്ലല്ലോ. എല്ലാ മണ്ഡലങ്ങളിലും തകർക്കപ്പെട്ടവനായിട്ടിരിക്കുന്ന ഒരു വ്യക്തി. ചുടമാന ഹസ്തരാധകക്ഷസ്യ. യേശുവിന് മഹത്വം, യേശുവിന് മഹത്വം, യേശുവിന് മഹത്വം. ആ സ്ഥാനത്ത് നിങ്ങൾ ചിന്തിക്കുക. സ്തോത്രം.
എന്നാൽ ദെക്കപ്പൊലി നാട്ടിൽ ഒരു ശ്രുതി പരന്നായിരുന്നു. പ്രധാനമായും ചില ദിവസങ്ങൾക്ക് മുമ്പ് ആ ഗദർദേശത്ത് ആ ഒരു ഭൂതഗ്രസ്തനെ വിടുവിച്ച ഒരു കർത്താവുണ്ട്. വൈ ഡോണ്ട് വി മേക്ക് എ ട്രൈ? ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ മക്കളെ, ഇങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഗദർദേശത്തെ ഈ വ്യക്തിക്ക് സൗഖ്യം ലഭിച്ച വാർത്ത കേട്ടപ്പോൾ അവിടെ അവർ വിക്കനായൊരു ചെകിടനെ അവൻ്റെ അടുക്കൽ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. അവൻ്റെ മേൽ കൈവയ്ക്കണമെന്ന് അപേക്ഷിച്ചു. അടുത്തത് 33-ാമത്തെ വാക്യം, വേഴ്സ് 33. അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ ചെവിയിൽ വിരലിട്ടു, തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു. വേഴ്സ് 34, സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടിട്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, തുറന്നു വരിക എന്നർത്ഥമുള്ള യഫദ എന്ന് പറഞ്ഞു. 35, ഉടനെ അവൻ്റെ ചെവി തുറന്നു, നാവിൻ്റെ കെട്ടുമഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. എത്ര പേർക്ക് കരങ്ങൾ ഉയർത്തി ഇന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയും? പ്രൈസ് ദി ലോർഡ്. ഈ വ്യക്തിയുടെ പ്രശ്നം ഞാൻ നിങ്ങളോട് ചെറിയ രീതിയിൽ വിശദീകരിച്ചു. ആ പ്രശ്നം കേൾവിക്കാരായി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇതൊരു ചെറിയ പ്രശ്നമല്ല, ഇതൊരു വലിയ പ്രശ്നമാണ്. ഇതൊരു സാമ്പത്തിക ബാധ്യതയല്ല, ഇത് ശാരീരികമായിട്ടുണ്ടാകുന്ന വലിയ പ്രയാസമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. It's not a small issue, it's a great problem. ഇതൊരു വലിയ ഇഷ്യൂ, ബിഗ് ഇഷ്യൂ. കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ ഒറ്റൊരു വ്യക്തിയെ പോലും കർത്താവ് തിരികെ വിട്ടിട്ടില്ല. ആരെല്ലാം എൻ്റെ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ടോ സകലത്തിനും എൻ്റെ യേശു പരിഹാരം കൊടുത്തിട്ടുണ്ട്. ആണോ പ്രിയപ്പെട്ടവരെ? ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയുമോ? ഇവിടെ നാം ഒരു ഹോസ്പിറ്റലിൽ ഫിസിഷ്യൻ അടുക്ക് പോകുമ്പോൾ തനിക്കൊക്കാത്തത് അടുത്ത ലെവലിലേക്ക് റെഫർ ചെയ്യും. ഡിപ്പാർട്ട്മെന്റുകൾ റെഫർ ചെയ്ത് പോകുമ്പോൾ ഇന്ന് രാവിലെ എൻ്റെ കർത്താവാകുന്ന യേശുവിന്റെ പ്രത്യേകത അറിയാമോ? He doesn't need to refer anyone to any place. He is the ultimate healer. He is the ultimate problem solver. He is the ultimate liberator for any kind of problem that the human is facing. Hallelujah. ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കണം. കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ കൊടുത്ത ഹീലിംഗ് പലതും നമുക്കറിയാം. എന്നാൽ ഈ ഹീലിംഗിന്റെ പ്രത്യേകത, ഈ ഹീലിംഗിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് അറിയാമോ? അതിന്റെ 34-ാമത്തെ വാക്യമല്ല നമ്മൾ വായിച്ച 33-ാമത്തെ വാക്യം. വിക്കനായ ചെകിടനെ കൊണ്ടുവന്നപ്പോൾ 33 അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി. ദൈവമക്കൾ ശ്രദ്ധിക്കണം. വലിയൊരു പുരുഷാരം, there is a great multitude. ഇത് ഇൻസൾട്ടിങ് ആയിട്ടുള്ളൊരു അസുഖമാ, ഇത് നിന്ദിക്കപ്പെടുന്ന ഒരു അസുഖമാ. ഇറ്റ്സ് an insult. എന്റെ കർത്താവിന്റെ ഡീലിംഗ് ഒന്ന് ശ്രദ്ധിച്ച്. കർത്താവ് ശാന്തമായിട്ട്, പിള്ളേരാരും ഇല്ലല്ലോ വോളണ്ടിയറിങ്ങിന് വേണ്ടി അല്ലെ ഒന്ന് വിളിക്കാൻ. കർത്താവ് ഈ പുരുഷാരത്തിന് ഇടയ്ക്ക് ഈ പ്രിയപ്പെട്ടവൻ എന്ത് ചെയ്യുന്നറിയാമോ? നോക്കിയേ, പിടിച്ച് വേറിട്ട് കൊണ്ടുപോയി. അവിടെ പിടിച്ചെന്ന് എഴുതിയിട്ടില്ല, വേറിട്ട് കൊണ്ടുപോയി. താനിങ്ങനെ മാറി എന്നിട്ട് പറഞ്ഞു, മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ ദൈവം തമ്പുരാന്റെ ഡീലിംഗ് ദൈവമക്കൾ ശ്രദ്ധിക്കണം. ഈ വ്യക്തിയോട് ഇപ്പോൾ ചോദിക്കാനായിട്ട് ഒക്കത്തില്ല, നിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കാൻ ഒക്കത്തില്ല. ആണോ? ചോദിക്കാൻ ഒത്താൽ ഇവൻ വല്ലതും പറയാൻ ശ്രമിച്ചാൽ ബാക്കി അവിടെ കൂടിയിരിക്കുന്നവർ എന്ത് ചെയ്യും? പരിഹസിക്കും. വളരെ ദൈവമക്കൾ ശ്രദ്ധിക്കണം. വല്ലതും ചോദിച്ചാൽ ഈ പ്രിയപ്പെട്ടവന് കേൾക്കാൻ ഒക്കത്തില്ല. പിന്നെ അന്ന് ഇതുപോലെ സൈൻ ലാംഗ്വേജ് ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിലും കർത്താവ് ഒരു സൈൻ ലാംഗ്വേജ് ഉപയോഗിച്ചു. ഈ പുരുഷാരത്തിൻ്റെ ഇടയിൽ നിന്ന് കർത്താവ് ആദ്യം അങ്ങോട്ട് മാറി. ലിസൺ ടു മീ വെരി കെയർഫുള്ളി. And he used a sign language.
ഹല്ലേലൂയ. എന്നെ ദൈവത്തിൻ്റെ ആ ഇൻഡിവിജ്വലായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്തോണം. സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. സമൂഹത്തിന് നടുവിൽ നീ ഒറ്റപ്പെട്ടവനായി നിൽക്കുമ്പോൾ നിന്നെ തള്ളിക്കളയാതെ അവൻ മാറി നിന്നിട്ട് നിന്റെ അടുക്കലേക്ക് കൈമാറ്റി ഒരു വിളിക്കുന്ന വിളിയൊന്ന് ദൈവത്തിന്റെ പൈതൽ നോർത്ത് അവനോട് ചോദിച്ച കേൾക്കാൻ അവനൊക്കത്തില്ല. അവനെ ആരെങ്കിലും മനസ്സിലാക്കി കൊടുത്ത മറുപടി പറഞ്ഞ സ്റ്റട്ടറിങ് ഉണ്ട്. എന്നാൽ അതിന്റെ നടുവിൽ he used a sign language calling him and taking him aside. മറ്റൊരു സ്ഥലത്തേക്ക് അവനുമായി മാറിപ്പോകുകയാ. ഇന്ന് രാവിലെ ആരോടോ ദൈവാത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി മാത്രം കടന്നു വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. എത്ര പേർക്ക് ഇന്ന് രാവിലെ വിശ്വസിപ്പാനായിട്ടൊക്കും? അവർ ഇന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടാ. ജൂഡാനാരാബ ശംദനാരാബ ബെൽഷസിയ. ബെത്ശേദ കുളക്കരയിൽ 38 ആണ്ട് രോഗം ബാധിച്ച് കിടന്ന ആ ഒറ്റ ഒരു വ്യക്തിക്ക് വേണ്ടി എന്റെ യേശു അവിടേക്ക് കടന്നു വന്നെങ്കിൽ ആത്മാവ് ഇന്ന് രാവിലെ ആരോടോ സംസാരിക്കുന്നു. നീ നിന്റെ കർത്താവിന് പ്രിയപ്പെട്ടവനാ, നീ നിന്റെ കർത്താവിന് പ്രിയപ്പെട്ടവളാ. നിനക്ക് വേണ്ടി മാത്രം റെസ്പോണ്ട് ചെയ്താട്ടാ. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം. Hallelujah. ദൈവമക്കൾ ശ്രദ്ധിച്ച സമയം ഓടിപ്പോകുന്നല്ലോ. ഇൻഡിവിജ്വലായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു കർത്താവ്. 2 ഇൻഡിവിജ്വലായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അങ്ങ് ഇൻറ്റിമസി കർത്താവ് കാണിക്കുക. ദൈവമക്കൾ ശ്രദ്ധിക്കണം, ഇൻറ്റിമസി കാണിക്കുക. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഇൻറ്റിമസി പാർട്ടിൽ ഡെഫിനറ്റ്ലി ഒരു ടച്ച് ഉണ്ട്. അവിടെ ഒരു ടച്ച് ഉണ്ട്. നേരത്തെ ഞാൻ ചിന്തിക്കുന്നു എന്തോ പറയുന്നത്, കൈമാടി ഇങ്ങനെ വിളിക്കുക. Probably there was no touch. He wanted to do it individually. ആ ഇൻഡിവിജ്വലി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ്. അടുത്ത ലെവൽ ദൈവത്തിന്റെ മക്കൾ ശ്രദ്ധിക്കണം. He becomes so intimate to that person. ഇതുവരെ തൻ്റെ ജീവിതത്തിൽ വീട്ടുകാരോ ഇനി കല്യാണം കഴിച്ചൊന്നും എനിക്കറിയത്തില്ല, വീട്ടുകാരുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടെങ്കിലും തന്നെ ഒരു നികൃഷ്ടനായി ചിന്തിക്കുന്ന സാഹചര്യമാ. കാരണം പറയാനൊക്കത്തില്ല, കേൾക്കാനായിട്ടൊക്കത്തില്ല. അങ്ങനെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാ. അവൻ്റെ ദേഹത്താരും ടച്ച് ചെയ്യാറൊന്നും ഒരുപക്ഷെ ഇല്ലായിരിക്കും. അവരിൽ നിന്ന് എല്ലാവരും മാറി പോകുന്ന സാഹചര്യമായിരിക്കും. എൻ്റെ കർത്താവിനെ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. തള്ളപ്പെടുന്നവരെ ചേർത്തണയ്ക്കുന്ന എൻ്റെ കർത്താവാകുന്ന യേശു ക്രിസ്തു അവനെ ഒരു സൈഡിലേക്ക് പുരുഷാർത്ഥം മാറ്റി. പുരുഷാർത്ഥത്തിന് അറിയത്തില്ല കർത്താവ് എന്താ ചെയ്യാൻ പോകുന്നത് അറിയത്തില്ല. പുരുഷാരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഈ വ്യക്തിയെ മാറ്റി നിർത്തിയിട്ട് അടുത്ത പുരുഷാരെ നോക്കുമ്പോൾ he started touching on his body. അവന്റെ പ്രശ്നത്തെ തൊടുവാൻ എന്റെ യേശു ആരംഭിച്ചു. ഇന്ന് രാവിലെ ആരോട് വിവേചിക്കുന്നു, നിന്റെ പ്രശ്നത്തെ തൊടുന്ന സമയത്തിലേക്ക് ഇന്ന് മകൾ നീ എത്തിയിരിക്കുക. ചൂടംബാരം വേദങ്കാരം രഗതം ജഗനം ചകാരകക്ഷസിയ അർത്ഥനാരകജപാരക ശബ്ദനാരകക്ഷസിയ. എന്റെ യേശു ശ്രദ്ധിക്കുക, എന്റെ യേശുവിനെ ശ്രദ്ധിക്കുക. ഒരു ഇന്റിമേറ്റായി മുപ്പത്തെട്ടാണ്ട് രോഗം ബാധിച്ച് കിടന്നവനോട് പറഞ്ഞത് കിടക്കെടുത്ത് പോകാനേ പറഞ്ഞുള്ളൂ. ആണോ? ഒരു കേൾവിക്ക് കുറവുണ്ടോ? പറഞ്ഞോ? ഉണ്ടോ? ഇല്ല. സംസാരത്തിന് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. കനാനി സ്ത്രീയോട് പറഞ്ഞു, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുത്, നിന്റെ മകൾക്ക് എന്ത് വന്നിരിക്കുന്നു, കൊച്ചുമകൾക്ക് പോ. 2 ആഴ്ച മുമ്പ് ഞാൻ പ്രസംഗിച്ചല്ലോ, വുമൺ വിത്ത് ബ്ലഡ് ഇഷ്യൂ. കർത്താവ് ഒന്നും അങ്ങോട്ട് തൊട്ടില്ല, കർത്താവിനെ തൊട്ടെന്ത് ചെയ്തു? ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കണം. എത്ര പേർ ഇന്ന് രാവിലെ വിശ്വസിക്കുന്നുണ്ടോ നിന്റെ പ്രശ്നത്തെ തൊടുവാൻ കഴിവുള്ളവൻ്റെ അടുക്കൽ ഇന്ന് രാവിലെ വന്നിരിക്കുന്നതെന്ന്? ഒന്ന് കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ട, എൻ്റെ പ്രശ്നത്തെ തൊടുവാൻ കഴിവുള്ള എൻ്റെ കർത്താവ്. ഓ റബശമന ഘടകസ്യാന്തര.
ശ്രദ്ധിക്കണമേ. ആ ഇൻറ്റിമസി കർത്താവ് കാണിച്ചെങ്ങനെയാണെന്നറിയാം. എനിക്ക് ആക്ച്വലി ഐ നീഡ് എ വോളണ്ടിയർ. ഓക്കെ, ശ്രദ്ധിച്ചേ. ആ ഇൻറ്റിമസി കർത്താവ് കാണിക്കുക ഒരു തെറാപ്യൂട്ടിക് ടച്ചാണ് കേട്ടോ. ഈ ചിലരെയൊക്കെ നമ്മളൊന്ന് ചേർത്ത് പിടിക്കുന്നതിന് അവർക്കൊരു ആശ്വാസമാണ്. കാരണം അവരെ തൊടാൻ ആളില്ല. വല്ലതും മനസ്സിലായോ? അവരെ തൊടാൻ ആളില്ല, അവരുടെ അടുക്കൽ നിൽക്കാൻ ആരില്ല. കുറേ നാളായിട്ട് ഇവനൊരു അവജ്ഞത അനുഭവിച്ചുകൊണ്ടിരിക്കുക, അപമാനം അനുഭവിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞെ ഇങ്ങോട്ട് വന്നു, അവനെ ഒന്ന് തൊട്ടെന്ന് പറഞ്ഞാൽ ഇനി അടുത്ത പറയാം. അവൻ്റെ പ്രശ്നത്തിൽ കർത്താവ് തൊടുകയാണ്. നിങ്ങൾ പല പ്രസംഗങ്ങൾ കേട്ട് കാണും. ഇന്ന് രാവിലെ പരിശുദ്ധാത്മ പറയുന്നു, അവൻ്റെ പ്രശ്നത്തിൽ കർത്താവ് തൊടുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എങ്ങനെ തൊടുന്നതെന്നറിയാമോ? വിരലുകൊണ്ടാ. പറഞ്ഞേ, വിരലുകൊണ്ടാ അവൻ്റെ ചെവിയിൽ. ഓ ഹല്ലേലൂയ. അടുത്തത് തുപ്പി വിരലുകൊണ്ടാ അവൻ്റെ നാവിൽ. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, വിരലുകൊണ്ട് ചെവിയിൽ, അടുത്തത് തുപ്പി വിരലുകൊണ്ട്. ശ്രദ്ധിച്ചോ? ഞാനിങ്ങനെ പറയും, അവൻ്റെ ഹിസ് ഫിംഗർ ടച്ച് ഹിസ് ഇയേഴ്സ്. ഈ വിരൽ കൊണ്ട് തുപ്പി എന്ന് പറയുമ്പോൾ why don't we think it in the way? എൻ്റെ കർത്താവിൻ്റെ അധരം, ഹിസ് മൗത്ത് ടച്ച് ഹിസ് ടങ്. എല്ലാം മനസ്സിലാവുന്നുണ്ടോ? ആ വായിൽ നിന്ന് വരുന്ന ആ തുപ്പൽ, ദാറ്റ്സ് സലൈവ. സ്തോത്രം. അതിൻ്റെ ഉറവിടം ശ്രദ്ധിച്ചോണം. വിരലുകൊണ്ട് തൊട്ടെന്നുള്ളത് ശരിയാ, അതിന്റെ ഉറവിടം ശ്രദ്ധിച്ചോണം. അഖിലാണ്ടത്തെ ഒറ്റ വാക്കുകൊണ്ട് കൽപ്പിച്ച അതേ ആധരം വിക്കന്റെ ആധരത്തെ സ്പർശിപ്പാനിടയായി. അഖിലാണ്ടത്തെ ഹല്ലേലൂയ, മനുഷ്യനെ വരച്ച കൈകൾ കൊണ്ട് വരച്ചെടുത്ത അതേ വിരലുകൾ അവന്റെ ചെവിയിൽ സ്പർശിപ്പാനായിട്ടിടയായി. തീർന്നില്ല. ഇന്ന് രാവിലെ ദൈവത്തിന്റെ മക്കൾ വളരെ ശ്രദ്ധിക്കണം. അവന്റെ ചെവിയിൽ അവന്റെ വിരലിട്ടു. അവന്റെ ആധരത്തിൽ ഈ തുപ്പിയ കയ്യോ അവന്റെ ആധരത്തിൽ സ്പർശിച്ചു. അഖിലാണ്ടത്തെ ഒറ്റ വാക്കിൽ ഉളവാക്കിയവനാകുന്ന ദൈവം സ്വർഗത്തേക്ക് നോക്കുവാനായിട്ടിടയായി. ലാസറിന്റെ കല്ലറയിലേക്ക് വന്നപ്പോഴും സ്വർഗത്തിലേക്ക് അപ്പന്റെ മുഖത്തെ കണ്ണ് ഉയർത്തുവാനായിട്ടിടയായി. പറഞ്ഞേ, ഞാൻ എൻ്റെ കണ്ണ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? 123 ദാസന്റെ കണ്ണ് യജമാന്റെ കൈകളിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കൈകളിലേക്ക് എന്നതുപോലെ രക്ഷ വരുവോളം വിടുതൽ വരുവോളം എന്നെ അവിടെ സ്പർശിച്ചെന്താണെന്നറിയാമോ? വിരലിട്ടു, തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു. 34. സ്തോത്രം. സ്വർഗത്തേക്ക് നോക്കി. പറഞ്ഞേ, ആ പദം നെടുവീർപ്പിട്ടു. നിനക്ക് സൗഖ്യമായി പോയെന്ന് ആദ്യമേ അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. See the approach of Jesus. ആദ്യ ഇൻഡിവിജ്വൽ അപ്രോച്ച്, അതിനകത്തൊരു ഇൻറ്റിമസിയിലേക്ക് വന്നു. മൂന്നാമത് നോക്കിയേ, നെടുവേർപ്പെട്ട എന്താണെന്നറിയാമോ? സിമ്പതി. ബെഥാനിയയിൽ ലാസറിനെ നഷ്ടപ്പെട്ട ഭവനത്തിലേക്ക് കടന്നു വന്ന അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ജീസസ് ക്രൈഡ് എന്നല്ല. ജീസസ്, come on church, Jesus wept. ഒരിക്കൽ പോലും ചിന്തിക്കരുത്, എൻ്റെ ദൈവം എവിടെ? നീ കാണുന്നില്ലയോ? നീ കേൾക്കുന്നില്ലയോ? ആരോടോ ദൈവാത്മാവ് പറയുന്നു, വിസിബിളായി പലതും കാണുന്നില്ലെങ്കിലും ഇൻവിസിബിൾ വേൾഡിൽ എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവം ഇങ്ങനെ കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുക. നിനക്കൊരു സമയമുണ്ട് സഹോദരി, നിനക്കൊരു സമയമുണ്ട് പിതാവേ, നിനക്കൊരു സമയമുണ്ട് മാതാവേ, പ്രിയപ്പെട്ടവരെ, നിനക്കൊരു സമയം സ്വർഗം വെച്ചിട്ടുണ്ട്. എൻ്റെ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയോ. തക്ക സമയത്തോ എൻ്റെ ദൈവം നിന്നെ ഉയർത്തുന്ന ദൈവമാ. Praise be to God.
നെടുവീർപ്പ്. ഞാൻ പല വേർഷൻസ് നോക്കി, ഡീപ് സൈ എന്ന് എഴുതിയിട്ടുണ്ട്. ചില വേർഷനിൽ ഗ്രോൺ ചെയ്തെന്ന് എഴുതിയിട്ടുണ്ട്. ഗ്രോൺ, വേദന. എന്താ അപ്പനോട് പറഞ്ഞറിയാമോ? ഞാനിപ്പോൾ ഈ പിടിച്ചു നിൽക്കുന്ന, തൊട്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരൻ, പ്രായം പറയുന്നില്ല, നാളുകളായി കെട്ടപ്പെട്ടിരിക്കുക. അവന് സ്വസ്ഥതയില്ല. അവനെ സന്തോഷിക്കണമെന്നുണ്ടെങ്കിലും അവനെ സന്തോഷിപ്പാൻ ഒക്കുന്നില്ല. ഭക്ഷണം ഉണ്ടെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഫുൾനെസ് കഴിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. മനോഹരമായ വീടൊരു പക്ഷേ ഉണ്ടെങ്കിലും സ്വസ്ഥതയോടെ വസിപ്പാനായിട്ട് കഴിയുന്നില്ല. പിതാവിനോട് പുത്രൻ പറയുക, നെടുവീർപ്പിടുക, അപ്പാ, വർഷങ്ങളായി ഈ യുവാവിൻ്റെ അവസ്ഥ ഞാൻ ആത്മാവിൽ കാണുമ്പോൾ, what a pitiful situation, what a painful situation. ദക്കപ്പൊലിയിൽ ഗദരദേശത്ത് ഭൂതഗ്രസ്തനെ അപ്പാ നീ ഞാൻ മുഖേന വിടുവിച്ചെങ്കിൽ, ഇന്ന് പകലിൽ എനിക്ക് ഇവരോട് സിമ്പതി തോന്നുന്നു. I feel sympathy. മത്തായി 9 എടുക്കണ്ട, 9:35 മുതൽ പുരുഷാരത്തെ ചിന്നിയവരും കുഴഞ്ഞവരുമായി കണ്ടപ്പോൾ അവരെ ഓർത്ത് എൻ്റെ കർത്താവ് മനസ്സലിഞ്ഞു. He felt compassion. He had a deep sigh. He was groaning within his heart. അടുത്തത് ദൈവത്തിന്റെ മക്കൾ ശ്രദ്ധിച്ചേ. നെടുവീർപ്പിട്ടിട്ട് അവനോട് പറയുക, എഫഥാ. ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടാ. എഫഥാ. ഒരു വാക്ക് അരാമയ്ക്കെങ്കിലും പഠിച്ചെന്നിരിക്കട്ടെ, ഒന്ന് പറ. എഫഥാ. ആരും പറയുന്നില്ലേ? തുറന്നു വരിക എന്നർത്ഥമുള്ള എഫഥാ. ഇന്ന് രാവിലെ ദൈവത്തിന്റെ മക്കളെ, കർത്താവ് ചെയ്ത സ്റ്റേജ് ശ്രദ്ധിച്ചോണം. ഒന്നാമത്തെ സ്റ്റേജിൽ അവനെ കൂട്ടിക്കൊണ്ടുപോയി, രണ്ടാമത്തെ സ്റ്റേജിൽ അവന്റെ ശരീരത്തിൽ സ്പർശിച്ചു, മൂന്നാമത്തെ സ്റ്റേജിൽ എന്ത് ചെയ്തു? സ്വർഗത്തിലെ അപ്പനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ഗ്രോണിംഗ് ആയിരുന്നു, അവനോട് സിമ്പതി കാണിച്ചു. നാലാമത്തെ സ്റ്റേജിൽ അവന് വേണ്ടി ഒരു കൽപ്പന പറയുക, അവന് വേണ്ടി അധികാരത്തോട് പറയുകയാണ്, യായിറോസിന്റെ മകൾ മരിച്ചെങ്കിൽ തെളിതാക്കുമേ എന്ന് പറയുമ്പോൾ അത് എഴുന്നേറ്റ് വന്നതുപോലെ, ബാലേ നീ എഴുന്നേൽക്കാൻ പറഞ്ഞതുപോലെ ഈ കെട്ടപ്പെട്ടവനോട് സ്വർഗം പറയുക, നീ തുറന്നു വരിക. ഇനി നീ കെട്ടപ്പെട്ടവനായിരിക്കേണ്ടവനല്ല. യു നീഡ് ടു കം ഔട്ട്. എഫദ എന്ന പറഞ്ഞു. അടുത്ത വാക്യം വേഴ്സ് 35. ഉടനെ അവന്റെ ചെവി തുറന്നു, നാവിന്റെ കെട്ട് അഴിഞ്ഞിട്ട് അവൻ ശരിയായി എന്ത് ചെയ്തു? ഇതിനു മുമ്പ് പുള്ളി എന്ത് ചെയ്തിട്ടുണ്ട്? സംസാരിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണമേ. 5 more minutes. ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനത്തെ സംസാരമല്ല. പറ. ഹലോ, എല്ലാവരും എന്നെ ശ്രദ്ധിക്കൂ. ഇതുവരെ പുള്ളി പല പ്രാവശ്യം ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ശരിയായ സ്ഫുടമായ ഒരു സംസാരമല്ല. അങ്ങനെ ചെവി എന്ത് ചെയ്തിരിക്കുന്നു? അടഞ്ഞിരിക്കുന്നു. നാവ് വചനം ഉപയോഗിക്കുന്ന കെട്ടില, നാവ് ബന്ധനത്തില. ഇന്ന് രാവിലെ ദൈവത്തിന്റെ പൈതല്, എന്റെ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ഫൈനാലിറ്റി ഒന്ന് ശ്രദ്ധിച്ചേ, അതിന്റെ ക്ലൈമാക്സ് ഒന്ന് ശ്രദ്ധിച്ചേ. When Jesus said എഫഥാ, തുറന്നു വരിക എന്നർത്ഥമുള്ള എഫഥ എന്ന പദം അരാമിക് ലാംഗ്വേജിൽ എന്റെ കർത്താവ് അരുളി ചെയ്തപ്പോൾ ഉടനെ അവന്റെ ചെവി തുറന്നു, നാവിന്റെ കെട്ടഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. ഇന്ന് രാവിലെ എത്രയോ ദൈവത്തിൽ വിശ്വസിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, കെട്ടപ്പെട്ട് കിടക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ഇന്ന് രാവിലെ സ്വർഗം അഴിച്ചു വിടുവാൻ
ആത്മാവിൽ കരങ്ങളെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട. വർഷങ്ങളായി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ ഇന്ന് രാവിലെ ആത്മാവിൽ സ്വതന്ത്രരാകട്ടെ. കെട്ടപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ ഇന്ന് രാവിലെ റിലീസ് ചെയ്യപ്പെടട്ടെ. ചെവി തുറന്ന് നാവിന്റെ കെട്ടഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. ദൈവമക്കൾ ശ്രദ്ധിച്ചേ, കർത്താവ് ശുശ്രൂഷ ചെയ്യുവാൻ വരുന്നതിന് മുൻപ് പ്രവാചകൻ മശിക ചെയ്യുന്ന ശുശ്രൂഷയിൽ പ്രവചനാത്മാവിൽ പറയുമ്പോൾ സ്പഷ്ടമായിട്ട് ചില ശുശ്രൂഷകൾ യെശയ്യാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 35-ാം അധ്യായം 4 മുതൽ വായിക്കുമ്പോൾ 5 മുതൽ വായിക്കുമ്പോൾ The book of Isaiah chapter 35 യെശയ്യാവ് 35-ന്റെ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, അതിന്റെ 5 മുതൽ വായിക്കുമ്പോൾ എടുത്ത് The book of Isaiah 35 verse 5 സ്ക്രീൻ. അന്ന് കുരുടന്മാരുടെ കണ്ണ, ഇന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട. മശിക ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും. അടുത്തത്, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. ആരാ? സ്തോത്രം, മുടന്തൻ മാനിനെ പോലെ ചാടും. അടുത്തത്, ഊമന്റെ നാവ് ഉല്ലസിച്ച് ഘോഷിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട. പറ്റുമോ പ്രിയപ്പെട്ടവരെ? ക്യാൻ ഇറ്റ് ബി പോസിബിൾ? പറ്റുമോ? എന്തൊക്കെ പറ്റും ഈ വാക്യത്തിന്റെ ബേസിൽ? കുരുടൻ എന്ത് ചെയ്യും? ചെകിടൻ എന്ത് ചെയ്യും? ഊമൻ എന്ത് ചെയ്യും? പറഞ്ഞോ. ഊമൻ സംസാരിക്കും. മുടവൻ എന്ത് ചെയ്യും? മാനിനെ പോലെ എന്ത് ചെയ്യും? ഇതൊക്കെ കർത്താവ് ചെയ്തോ? അല്ലെ കർത്താവിന് ശിഷ്യന്മാർ ചെയ്തോ? മനുഷ്യന്റെ തലയിലെ 2 ഓപ്പണിങ് ഏതൊക്കെയാണെന്നറിയാമോ? മനുഷ്യന്റെ തലയിലെ 2 ഓപ്പണിങ് ഏതാ? മലയാളത്തിൽ ഞാൻ ചോദിച്ചത് 2 ഓപ്പണിങ്. ഇത് രണ്ടുമാ. ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ പോയി. സ്തോത്രം. ഈ 2 ഓപ്പണിങ്ങിനെയും കർത്താവ് കൈവച്ചു. 2 ഓപ്പണിങ്ങിലും കർത്താവ് കൈവച്ചു. കർത്താവ് പരിഹാരം കൊടുത്തു. ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുന്നു, അടുത്ത ആഴ്ച ഉപവാസവും പ്രാർത്ഥനയും. എഫദയാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ടോ? ആത്മാവിൽ പറ, എഫദയാ. എൻ്റെ ജീവിതത്തിൽ എഫദ. ദൈവത്തിൽ പറഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ലൈഫിൽ, എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ എഫദ. എൻ്റെ കെട്ടഴിയണം. അടഞ്ഞു വച്ചിരിക്കുന്ന നന്മകൾ തുറക്കപ്പെടണം. വാഗ്ദത്തങ്ങളുടെ നിവൃത്തീകരണങ്ങൾ സംഭവിക്കണം. യഹോവയുടെ വായ അരുളി ചെയ്തത് അതുപോലെ സംഭവിക്കും. എല്ലാ തലകൾ വണക്കിയാട്ട. എല്ലാവരും നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. എവരിബാഡി, എല്ലാ ദൈവമക്കൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട. ഇന്ന് രാവിലെ ഒരു 100 വട്ടമെങ്കിലും എഫദ എന്ന് പറയാൻ ഒക്കുന്നെങ്കിൽ വിശ്വാസത്തോടെ പറഞ്ഞോണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ ദൈവം തുറക്കും. പ്രാർത്ഥനകൾ എൻ്റെ ദൈവം മറുപടികൾ നൽകും. തടഞ്ഞു വെച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ തുറക്കപ്പെടും. അടയപ്പെട്ടിരിക്കുന്ന മണ്ഡലങ്ങൾ സ്വർഗം റിലീസ് ചെയ്യപ്പെടും. എൻ്റെ കർത്താവിൻ്റെ വായ എന്നോട് അരുളി ചെയ്തിട്ടുണ്ട്. ഈ ഉപവാസവും പ്രാർത്ഥനയും ഞാൻ ഉപവാസിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ തലമുറയുടെ വിഷയത്തിന് മേൽ പരിഹാരം കൽപ്പിക്കും. യേശുവിൻ്റെ നാമത്തിൽ